ഹലോ. ഇപ്പോൾ നമുക്ക് ഒരു പ്രോപ്പർട്ടി ഇഷ്ടപ്പെട്ടു, നമ്മൾ ആ പ്രോപ്പർട്ടിക്ക് ഓഫർ കൊടുക്കാൻ പോവുകയാണ് എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ക്ലോസസ് ഒക്കെ അതിനകത്ത് വയ്ക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ ഓഫർ കൊടുക്കുന്നതിന് മുന്നേ സെൻസിബിൾ ആയിരിക്കണം ക്ലോസസ്. അവർക്ക് ഫീൽ ബാഡ് ചെയ്യാൻ പാടില്ല. ഒരുപാട് ക്ലോസസ് ഇങ്ങനെ കുത്തി നിറച്ച് വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഓഫർ അക്സെപ്റ്റ് ചെയ്യാൻ വരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ സെൻസിബിൾ ആയിട്ടുള്ള കുറച്ച് ക്ലോസസ് വയ്ക്കണം. അതെന്തൊക്കെ ക്ലോസസ് ആണ് നമ്മൾ നോർമലി വയ്ക്കേണ്ടത് എന്നൊക്കെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതിൽ ഒന്നാമത്തെ ക്ലോസ് പറഞ്ഞാൽ നമ്മൾ ഈ ഇൻട്രസ്റ്റ് റേറ്റ് പർച്ചേസ് ഒക്കെ ആയിരിക്കുമല്ലോ മോസ്റ്റ്ലി ഇൻവെസ്റ്റ്മെന്റിൽ ഇപ്പോൾ ചെയ്യുന്ന ഒരു എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സെയിൽസ് ഏജന്റ് അടുത്തൊരു വീഡിയോ വാക്ക് ത്രൂ മസ്റ്റായിട്ട് തരാൻ പറയണം. നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവലിനനുസരിച്ച് വീഡിയോ വാക്ക് ത്രൂ, അതായത് വീടിൻ്റെ ഫുൾ ഇൻറ്റീരിയർ, ബാക്ക് യാർഡ്, ഫ്രണ്ട് സറൗണ്ടിങ്സ് ഇതെല്ലാം ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ വാക്ക് ത്രൂ നമുക്ക് ഡെഫിനറ്റായിട്ട് ചെയ്തു തരാൻ പറയാം. അത് നോർമലി എല്ലാവരും തന്നെ ചെയ്യും, അത് ചെയ്യുക. പിന്നെ നമ്മുടെ ഫിനാൻസ് ക്ലോസ് നോർമലി ഒരു 14 days ഫിനാൻസ് ക്ലോസ് വയ്ക്കുക. അപ്പോൾ വി ഹാവ് ടു മേക്ക് ഷുവർ വി വിൽ ഗെറ്റ് ദീസ് ഫിനാൻസ് ഫോർമൽ അപ്രൂവൽ വിതിൻ ദീസ് 14 days. അപ്പോൾ അത് വയ്ക്കുക. പിന്നെ ഒരു ബിൽഡിംഗ് ആൻഡ് പെസ്റ്റ്, അത് 100% മിസ്സാക്കാൻ പാടില്ല ഒരു കാരണവശാൽ. ഇവൻ ഇത് പുതിയ വീടാണെങ്കിൽ പോലും മിസ്സാക്കാൻ പാടില്ല. 100% ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ബിൽഡിംഗ് ആൻഡ് പെസ്റ്റ് ഇൻസ്പെക്ഷൻ. അതിനൊരു 14 days വയ്ക്കുക. അപ്പോൾ ചിലർ ചോദിക്കും 7 days പോരെന്ന് ചോദിക്കുക. മാക്സിമം കിട്ടുവാണെങ്കിൽ 14 days. ഇപ്പോൾ ഹോട്ട് മാർക്കറ്റിലൊക്കെ ആണെങ്കിൽ ചിലപ്പം ബിൽഡിംഗ് ആൻഡ് പെസ്റ്റ് ഇൻസ്പെക്ടേഴ്സ് നമുക്ക് പെട്ടെന്ന് ബുക്ക് ചെയ്താൽ ചിലപ്പോൾ പെട്ടെന്ന് കിട്ടണമെന്നില്ല. അങ്ങനെ അവൈലബിൾ ആണെങ്കിൽ ഒക്കെ ഒരു 7 days ആണെങ്കിലും 10 days ആണെങ്കിലും കുഴപ്പമില്ല. അപ്പം അത് ചെയ്യുക. പിന്നെ വീടിനകത്തുള്ള ഫിക്സ്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനകത്ത് അതിൻ്റെ ലൈറ്റ്സ് കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യണം. ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ഇതെല്ലാം ഡീസൻ്റ്ലി വർക്കിംഗ് കണ്ടീഷൻ ആയിരിക്കണം എന്ന് പറയണം. വർക്കിംഗ് കണ്ടീഷൻ അല്ലെങ്കിൽ അവർ ഒന്നില്ലെങ്കിൽ ഫിക്സ് ചെയ്ത് തരും. അതിൻ്റെ പൈസ ലാസ്റ്റ് നമ്മൾ പ്രീ സെറ്റിൽമെൻറ്റ് സമയത്ത് നെഗോഷിയേറ്റ് ചെയ്ത് ഉള്ള ഓപ്ഷൻ നമുക്ക് വേണം. ചിലപ്പോൾ ഭയങ്കര ഒരു ഹോട്ട് മാർക്കറ്റിൽ ചിലർ പറയും വീട് അസിറ്റീസ് എന്നാണ്, അപ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. പക്ഷേ നമ്മൾ ഇങ്ങനെയുള്ള ക്ലോസുകൾ നമ്മൾ വയ്ക്കുക. ഇതെല്ലാം മേക്ക് ഷുവർ ഇതെല്ലാം വർക്കിംഗ് കണ്ടീഷൻ ആണെന്നുള്ളത് വയ്ക്കുക. പിന്നെ പ്രീ സെറ്റിൽമെൻറ്റ് സമയത്ത് പ്രോപ്പർട്ടി മാനേജർ ആരെങ്കിലും ഇതൊന്ന് ഇൻസ്പെക്ട് ചെയ്യുക, മേക്ക് ഷുവർ ഇറ്റ്സ് ഓൾ വർക്ക്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ പലരും മിസ്സാവുന്ന ഒരു പോയിന്റ് ഉണ്ട്. നമ്മൾ ഒരു ഡെഡ് ലൈൻ വയ്ക്കുക. എപ്പോഴും ഞാനിപ്പോൾ ഇന്നിപ്പം രാവിലെ ഒരു ഓഫർ കൊടുക്കുകയാണെങ്കിൽ നാളെ ടുമോറോ 5 PM വരെ ദാറ്റ് വിൽ ബി വാലിഡ് എന്നൊരു ക്ലോസ് വയ്ക്കുക. അപ്പോൾ നമ്മൾ അവരെ ഒന്ന് പ്രഷർ ചെയ്യുക. നമുക്ക് അതിനുള്ളിൽ നമുക്ക് അറിയുകയും ചെയ്യാം എന്നാൽ നമ്മുടെ ഓഫർ അതിന് മേളിൽ പോയില്ല എന്നുള്ളൊരു ഒരു ജസ്റ്റ് ഒരു ക്ലൂ അവർക്ക് കൊടുക്കുക. അപ്പോൾ അതിന് മേളിൽ ഓഫർ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ അവർ വിളിച്ച് ചോദിക്കാറുണ്ട്. നമ്മൾ ഒരു ദിവസം കൂടെ വെയിറ്റ് ചെയ്യാൻ ഓക്കെ നമ്മൾ നമ്മുടെ സ്റ്റാൻഡിൽ നിൽക്കുക, ഓക്കെ ഒരു ദിവസം കൂടെ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നിൽക്കുക. ബട്ട് ഒരു ഡെഡ് ലൈൻ ഇട്ട് വേണം എപ്പോഴും ഓഫർ കൊടുക്കാനായിട്ട്. അപ്പോൾ അല്ലെങ്കിൽ അത് വെച്ചിട്ട് ചിലപ്പോൾ അവർക്ക് വേണമെങ്കിൽ നെഗോഷിയേറ്റ് ചെയ്യാൻ വരെ. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് ഒരു ഫാസ്റ്റായിട്ട് പ്രൊസീഡ് ചെയ്ത് ഫാസ്റ്റായിട്ട് ഇത് കിട്ടുന്നതിനുള്ളൊരു ടിപ്പാണ്. അത് നമ്മളങ്ങനെ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും നല്ലതായിരിക്കും. അപ്പം ഇങ്ങനെയുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ എൻ്റെ പേജിൽ കുറച്ച് വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് വീഡിയോസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കയറി ചെക്ക് ചെയ്യുക. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ DM ചെയ്യുക. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഓക്കെ, ഹാപ്പി ഇൻവെസ്റ്റിംഗ്.